എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും ദൈവവിളി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തൻ്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ഒരു പുരോഹിതനെയാണ് നമ്മളിന്ന് ദൈവവിളിയിൽ പരിചയപ്പെടുന്നത്. പാലാ രൂപതാംഗവും വിവിധ സെമിനാറുകളിൽ ദൈവശാസ്ത്ര തത്വശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കട്ടക്കലച്ചനാണ് ഇന്ന് നമ്മുടെ അതിഥി. 108 ഗ്രന്ഥങ്ങൾ രചിച്ച അച്ഛൻ ദൈവശാസ്ത്രത്തിലും അതോടൊപ്പം സംസ്കൃതത്തിലും ബിരുദങ്ങൾ സമ്പാദിക്കുകയും അതിൽ PhD ബിരുദങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വൈദികനാണ്. ഒരിക്കൽ കൂടി ദൈവവിളി എന്ന പ്രോഗ്രാമിലേക്ക് അച്ഛന് ഹൃദ്യമായ സ്വാഗതം. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അച്ഛൻ്റെ സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ പറ്റിയാണ്. കുടുംബത്തിലെ സാഹചര്യങ്ങൾ, അച്ഛൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ രൂപീകരണമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട അച്ഛൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിലേക്ക് അച്ഛൻ കടന്നു വന്നതിനെ പറ്റിയുള്ള കാലഘട്ടത്തിലെ ഓർമ്മകളാണ്. അപ്പോൾ അച്ഛൻ ആദ്യം വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് അച്ഛന് കിട്ടുന്ന ചുമതല എന്താണ്? അത് പറയാം. വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് അപ്പം എന്നെ റോമിലേക്ക് അയക്കുന്ന കാര്യമൊന്നും ബിഷപ്പ് പറഞ്ഞിരുന്നില്ല. അപ്പം ഞാനിവിടെ അടുത്തുള്ള എടാട്ടൊരു പള്ളിയിൽ അച്ഛൻ ബിഷപ്പ് പറഞ്ഞു, അവിടെ പോയി ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട് എടാട്ട്, അവിടെ പോയി വല്ലതൊക്കെ നടത്ത്. അപ്പം ഞാനിവിടെ വന്നു. അവിടെ ഹോളി വീക്ക് ഫംഗ്ഷനിലെല്ലാം നടത്തി, പിന്നെ കുറച്ച് ഒരു ചെറിയ ധ്യാനം പോലെയൊക്കെ നടത്തി. എല്ലാം കഴിഞ്ഞേച്ച് ഞാൻ എൻ്റെ പഴയ നോട്ട്ബുക്കൊക്കെ ആയിട്ട് ഇവിടേക്ക് എന്ത് ചെയ്തെന്നൊക്കെ പറയാനായിട്ടങ്ങ് പോവുക. അവിടെ ചെന്നപ്പോഴാണ് എന്നോട് പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, പിതാവേ എല്ലാം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ, എൻ്റെ നോട്ടത്തില്ല. എന്നെ ആളുകൾ എന്ത് പറഞ്ഞാലും അറിയാൻ പാടില്ല. പക്ഷേ സുഖമായിരുന്നു. ധ്യാനം നടത്തി, ഹോളി വീക്ക് ഫംഗ്ഷൻ നടത്തി, എല്ലാം നടത്തി. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ കോളേജിൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് മാത്തമാറ്റിക്സ് വളരെ താല്പര്യമുള്ളതാണല്ലോ. അന്നേരം ഇങ്ങനെ പറഞ്ഞ്, കോളേജിൽ പോകണേ കോളേജിൽ പോക്കൂ, റോമിലേക്ക് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ദൈവാനുഗ്രഹമായി. അതുകൊണ്ട് അവിടെ പോയിട്ട് എൻ്റെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന സഹപാഠികളിൽ ചിലർ കോളേജിൽ ചേർന്നവർ 4 കൊല്ലം കഴിഞ്ഞ് ഓർഡിനേഷൻ സ്വീകരിച്ചു. അവർ പിന്നെ ബാലാ കോളേജിൽ പിന്നെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസർമാരായി. 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു. അതിൻ്റെ 70-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. തമ്പുരാൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള പരിപാടിയിലൊന്നും വിടാതെ പിന്നെ ഇപ്പം ഐ ആം 88, 1930 എൻ്റെ ജനനം. അപ്പം ഞാനിങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നതിനിട്ട് എല്ലാവർക്കും എന്നെ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് കാഴ്ച. ഏതായാലും വേണ്ടിയല്ല. അപ്പം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് വല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ അതാണ് എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ. വൈദിക ജീവിതത്തിൽ അച്ഛൻ ബ്രദർ സൂചിപ്പിച്ച പോലെ എനിക്ക് സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതലേ വൈദികനാണോ ഉണ്ടായിരുന്നത്. എങ്ങനെയാകുന്നോ എവിടെയാണെന്ന് അറിയില്ല. അച്ഛൻ ഒരു ആത്മീയ ജീവിതം പിന്നെ രൂപീകരിച്ചെടുക്കുന്നതിൽ സെമിനാരിയിലേക്ക് വരുമ്പോൾ അതിനൊരു വ്യത്യസ്തത സംഭവിക്കുന്നു. കാരണം ഗാർഹിക പരിസരത്തിൽ രൂപപ്പെടുന്ന ഒരു ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചും കൂടെയൊക്കെ തെളിച്ചം കിട്ടുന്നത് സെമിനാരിയിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ അന്നത്തെ ആത്മീയ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ അച്ഛനെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഏതൊക്കെ വൈദികരായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് വിധത്തിലുള്ള ഒരു ആത്മീയ ദർശനമായിരുന്നു അച്ഛന്? അത് പറയാം. അത് രസകരമാണ്. ഈ മലമുകളിലായിരുന്നുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഇവിടുന്ന് നടന്ന് പേരൻസ് കൂടെ ആർക്കുളം പള്ളിയിൽ 4 മൈൽ ചെന്ന് കുർബാന കാണുള്ളൂ. അപ്പം എനിക്ക് കുർബാന എൻ്റെ സഹപാഠികളായിട്ടുള്ള പലർക്കും ഈ വാട്ടർ ബോയ്സ് ആയിട്ടൊക്കെ ഇവിടെ നല്ല പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് ഈ വാട്ടർ ബോയ്സിൻ്റെ പരിപാടി ഒന്നും അറിയത്തില്ല. പുക്താന പോകാൻ പറ്റും അച്ഛൻ പറയുമ്പം എനിക്ക് അമ്മേനൊക്കെ പറയാമെന്നല്ലാതെ. പിന്നെ സെമിനാരി ചെന്നപ്പോൾ ഇതൊക്കെ പരിശീലനമായി. കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. പള്ളിയിൽ പോയി ഇപ്പം ഈ സെമിനാരിൽ നിന്നും കൂടി സെമിനാരിൽ നിന്നും ചേരുന്നതിന് മുമ്പ് വാട്ടർ ബോയ് ആയിരുന്നു. അല്ലെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ സെമിനാരി. ഏതായാലും ആ പരിശീലനമൊക്കെ സന്തോഷകരമായി തോന്നി. അല്പം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയാൽ. പിന്നെ വള്ളപ്പള്ളി പിതാവ്
പിന്നീട് വള്ളപ്പള്ളി ബിഷപ്പായത്. അദ്ദേഹം നല്ലൊരു ആത്മീയ ആചാര്യനായിരുന്നു. ഞങ്ങളെയൊക്കെ വിളിച്ച് പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കും എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത്. ഇനി കുമ്പസാരിക്കാൻ പോലും കാര്യമായിട്ട് അറിയാൻ പാടില്ല. വേദോടൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടും ഇല്ലായിരുന്നു. പലപ്പോഴും അമ്മ എന്നെ കൊണ്ട് പസ്കമ്മണി ഇന്നതൊക്കെ എന്ത് മേളമായിട്ടാക്കാം പസ്കമ്മണി തന്നെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് അത്യാവശ്യ കാര്യമൊക്കെ അമ്മ തന്നെ കഞ്ഞിയും കറിയും വെക്കുന്ന ഇടയ്ക്ക് കുറച്ച് സുമേഴുന്നേറ്റവും കുറച്ച് 10 പ്രമാണങ്ങൾ കാണാപ്പാടും പഠിച്ചു. അതൊക്കെ ചെന്ന് കുമ്പസാരിപ്പിക്കാനൊക്കെ ഇങ്ങനെയാണോ കുമ്പസാരിക്കാൻ വരുന്നതൊക്കെ വികാരം ചോദിച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു പരിമിത ഒരു പ്രാകൃത സിറ്റുവേഷൻ ചെന്നുകൊണ്ട് എനിക്കൊരു സന്തോഷമായിരുന്നു. ഇങ്ങനെ എല്ലാം ഇത്ര ചിട്ടയിലും ക്രമത്തിലും സെമിനാരി നടക്കുന്നിടത്ത് വരാൻ പറ്റില്ല കർത്താവേ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായി. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും പിന്നെ തമ്പുരാൻ ബുദ്ധി തന്നിരിക്കുന്നതുകൊണ്ട് ആദ്യകാല വിഷമങ്ങളൊക്കെ വലിയ വിഷമമൊന്നും കൂടാതെ തന്നെ കടന്നുകൂടി. ഈ പരിശീലന കാലഘട്ടത്തിൽ ഏതെങ്കിലും വൈദികര് പ്രത്യേക മാതൃകയായിട്ട് തീർന്നിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൈദികനായ കൊള്ളാം എന്ന് അച്ഛന് തോന്നിയ ഏതെങ്കിലും വൈദികരെടുത്ത് പറയാത്തക്കതായി? അങ്ങനെ ഒരു പ്രത്യേക വൈദികനേക്കാളും കൂടുതൽ കർത്തവ്യ പൊതുവായിട്ടുള്ള ധർമ്മങ്ങൾ. ഒന്നാമത് അച്ഛന്മാർ നല്ല ഭംഗിയായിട്ട് കുർബാന ചെല്ലുന്നു, അല്ലെങ്കിൽ കുപ്പായൊക്കെ ഇട്ട് പല പല അച്ഛന്മാർ എല്ലാവർക്കും അത് തന്നെയാണല്ലോ. പിന്നെ ചില ഇവിടുത്തെ വികാരിച്ചൻ നല്ല പ്രഗത്ഭനായ ഒരു സംസ്കൃത സുറിയാനി പണ്ഡിതനായിരുന്നു. നല്ല ചുണയായിട്ട് സുറിയാനി ടെക്സ്റ്റ് അങ്ങ് വായിച്ച് തർജ്ജമ ചെയ്ത് ഒക്കെ നല്ല പ്രസംഗം പറയുന്നത്. പിന്നെ മിഷൻ പോകണം എന്താന്ന് വലിയ പിടിയൊന്നും ഇല്ലേലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റിയൊരു അന്തരം വൈദികവൃത്തിയാണല്ലോ. ഞാൻ ഒരിക്കലും മാറുക എന്നുള്ള തൻ്റെ ഇടമാണ്. ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് ഒരു രൂപതാ വൈദികനായിരിക്കുമ്പോഴും മിഷനും പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ആഗ്രഹം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ തിയോളജിസ്റ്റ് ഈ കോഴ്സ് തന്നെ എനിക്കൊരു ബോധ്യം തോന്നി. ഞാൻ അന്ന് വരും പിന്നെ സെമിനാരി പഠിക്കുന്ന കാലത്തും മറ്റുള്ള പ്രസംഗം കേട്ട ശേഷമൊക്കെ ഇതാണ് കർത്താവിൻ്റെ 2-3 വാക്യങ്ങൾ. Go into the whole world and preach the gospel and baptize them in the name of the Father and of the Son and the Holy Spirit എന്നുള്ള മത്തായി 28-18-20 വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പോയി. കർത്താവ് വെറുതെ പറഞ്ഞല്ല, എല്ലാവരും ആരെല്ലാം എന്ത് ചെയ്താലും ഇതാണ് ഒന്ന്. രണ്ടാമത് യോഹന്നാൻ 10:16 പറഞ്ഞാൽ ഈ തൊഴുത്തിപ്പെടാത്ത ആളുകൾ, ഐ ഹാവ് മെനി അതർ ഷീപ്പ് ദാറ്റ് ഡു നോട്ട് ബിലോങ് ടു ദി ഷിപ്പ് ഫോൾഡ്, ഐ മസ്റ്റ് ബ്രിങ് ദം എന്നൊക്കെ കർത്താവിൻ്റെ വാക്യം. നിങ്ങൾ സഹായിക്കണം. മൂന്നാമതായിട്ടാണെങ്കിൽ സക്കൈവസിനോട് കർത്താവ് പറഞ്ഞത്, സൺ ഓഫ് മാൻ ഹാസ് കം ടു സെർച്ച് ഫോർ ദ ലോസ്റ്റ് ഷീപ്പ് ആൻഡ് ബ്രിങ് ആൻഡ് സേവ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ അതുപോലെ എന്നാലും ഇപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ദൃഢമായിട്ടുള്ളത് കൊണ്ട് മിഷൻ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും കർത്താവ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനുഭവത്തിന് എനിക്ക് മനസ്സിലായി, മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്പസ്വല്പം ചെയ്താൽ അതിനെല്ലാം പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹമുള്ളവരെ എനിക്ക് അനുഭവം കൊണ്ട് തോന്നി. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം കൊണ്ട് ഇതാണ്. പിന്നെ ഞാൻ അവിടുത്തെ മിഷനുമായിട്ട് പിന്നെ അതുകൊണ്ട് സെമിനാരി പഠിക്കുന്ന കാലത്തായാലും മിഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ സഹപാഠികളൊക്കെ പറയുകയും ചെയ്യുമെങ്കിലും അവരൊക്കെ ബൈബിളിനും മറ്റുള്ള ലിറ്റർജിക്കും കൂടുതൽ അമിതമായ പ്രാധാന്യമാണെന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും മിഷന് വേണ്ടത്ര താല്പര്യം കൊടുത്തിട്ടില്ലെന്നുള്ളൊരു ഒരു ദുഃഖ ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ പറയാറുമുണ്ട്. സെമിനാരി എന്ന് പറയുന്ന അച്ഛന്മാർക്കൊക്കെ കുറച്ച് ബൈബിളൊക്കെ കൂടെ അറിയാമെങ്കിലും മിഷൻ കാര്യങ്ങളിൽ വലിയ വേണ്ടത്ര താല്പര്യമില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് കണ്ടു തന്നെ ജമുന തന്നെ മിഷൻ കർത്താവിൻ്റെ സന്ദേശമാണ്, ഒരു വൈദ്യൻ്റെ കർത്തവ്യമാണ്. പിന്നെ ആർച്ച് ബിഷപ്പ് പുൾട്ടൻഷീൻ്റെ ഒരു നല്ല അദ്ദേഹത്തിന് പ്രീസമ്മിറ്റ് എന്നുള്ള നല്ല പുസ്തകമൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇഫ് എ ബിഷപ്പ് തിങ്സ് ദാറ്റ് ഓൺലി ദ Catholics in this diocese are only his people, is wrong. Every bishop is committed to take care of all the people, whether Catholics or Christians or Hindu or non-Christians. അതുപോലെ if a priest thinks only the Catholics in his parish are his people, is wrong. Because God has said this here. മുമ്പേ പറഞ്ഞ മാതിരി I have other sheep. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു. പിന്നെ അനുഭവത്തിൽ നിന്നാണ് പിന്നെ വത്തിക്കാൻ കൗൺസിൽ every Christian by virtue of his baptism is a missionary. ഓരോ ക്രിസ്ത്യാനിയും സ്ത്രീയായാലും പുരുഷനായാലും മാമോദിസ മുങ്ങിയെന്ന കാരണത്താൽ ഒരു മിഷണറിയാണ്. അച്ഛന്മാരും മറ്റുള്ള മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ മിഷൻ കർത്താവിൻ്റെ ഒരു പിന്നെ സഭയെ പറ്റിയുള്ള വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റ് മിഷൻ ഈസ് ആക്ച്വലി അൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദി ചർച്ച് പറ്റിയുള്ളത് അത് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ആരൊക്കെ എന്ത് പ്രധാനം എതിരായിട്ട് എന്ത് പ്രവർത്തിച്ചാലും ഈ മിഷൻ സഭയുടെ പ്രത്യേക ദൗത്യമാണെന്നും നമ്മൾ വേണ്ടത്ര മിഷൻ പ്രവർത്തനത്തിന് തീർച്ചയാതയോടെ പ്രവർത്തിച്ചിട്ടില്ല ഈ ഭൂതകാലങ്ങളിൽ. അതുകൊണ്ടാണ് 2000 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ 2.5 ശതമാനത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ എനിക്കിപ്പോഴും തോന്നാറുണ്ടായിരുന്നു.
അച്ഛനെ ഇപ്പം അമേരിക്കയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പം അവിടുത്തെ ഒരു പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട്, അവിടുത്തെ പൗരനായിരിക്കുന്നത്. അതെ. അപ്പം അവിടുത്തെ പ്രവർത്തനങ്ങളും ഈ ഒരു തീഷ്ണതയിൽ നിന്നാണോ അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ഒരു ചിന്ത അച്ഛൻ്റെ മനസ്സിൽ? എനിക്ക് അവിടെ 1900 മഹാജൂരിവർഷം 2000 ആണ്ട് മുതൽ ഞാൻ അമേരിക്കയിൽ അവിടെ എൻ്റെ കോട്ടയത്തെ ടീച്ചിങ് വർക്ക് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്തപ്പം അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്നെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മലയാളികളെക്കാളും കൂടുതലായിട്ട് മിഷൻ പ്രവർത്തനത്തിന് ആവശ്യമുള്ളത് അവിടെയുള്ള ആളുകൾക്കാണ്. ഒരുപാട് ആളുകൾ മലയാളികളൊക്കെ ആകുമ്പോൾ ഹിന്ദുക്കളായ പോലെ അവർക്ക് കുറേ ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള നല്ല ആളുകൾ ഒരുപാടുണ്ട്. താരന്മാരോട് നീ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ അവർ നേരെ ആയിട്ട് ഉള്ള സത്യം പറയും. ഫാദർ ഐ ആം എ കാത്തലിക്, റേസ്ഡ് എ കാത്തലിക്, ബട്ട് ഐ ആം സോറി ടു ടെൽ യു ഐ ഹാവ് ഫാളൻ എവേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു യു ക്യാൻ കം ബാക്ക് ടു ദ കാത്തലിക് ചർച്ച്. ഇപ്പം ചുരുക്കത്തിൽ അമേരിക്കയിൽ നല്ല മിഷണറി പ്രവർത്തന സാധ്യതയുണ്ടെന്നും ആവശ്യമാണെന്നും കത്തോലിക്കൻ്റെ ഒരു കത്തോലിക്കനെ എവിടെ ജനിച്ചു വളർന്നാലും അതൊക്കെ അവൻ്റെ ചുമതലപ്പെട്ടാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പിതാവിനോട് ചോദിച്ചു അവിടെ എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ അപ്പം എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ 10 വർഷം ഈ ബോധ്യം വെച്ച് പ്രവർത്തിച്ചു. 10 കൊല്ലം കൊണ്ട് അവിടെ ഒരു പാരീഷ് സംഘടിപ്പിച്ചു. ഒരു ഫൊറാനപ്പള്ളിയായി ഇപ്പം സിറോ മലബാർ രൂപതയുടെ വകയായിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് കൂടെ അങ്ങാടി ബിഷപ്പാണ് അവിടുത്തെ ബിഷപ്പ്. അപ്പോൾ അങ്ങനെ 10 വർഷം ഞാൻ അവിടെ അമേരിക്കയിൽ അവിടെ നമ്മുടെ സിറോ മലബാർ രൂപതയുടെ വകയായിട്ട് പ്രവർത്തനം ചെയ്യുകയും അതേസമയം തന്നെ മുമ്പ് പറയാം മിഷനറി ആസ്പെക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാൽ ആവശ്യമുള്ളവരെ ഉദാഹരണത്തിന് ഈ സ്പാനിഷൊക്കെ ഉണ്ട്, മാമൂസാവും അത് വരും. ഫാദറെ എൻ്റെ മക്കൾ രണ്ടുപേരും മാമൂസാവും കണ്ടില്ല, അവരെ മാമൂസാവും വെക്കണം. അപ്പോൾ അടുത്തുള്ള സുറിയാനിക്കാരച്ചന്മാർ പറയും ഞങ്ങൾ സുറിയാനിക്കാരാണ്, നിങ്ങളുടെ പള്ളിയിൽ പോവും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ കത്തോലിക്കാരല്ലേ, അപ്പം പിന്നെ എൻ്റെ കൊച്ചിനെ എന്താ മാമൂസാ നോക്കാത്തേ? ഞങ്ങൾ കത്തോലിക്കാന്ന് സുറിയാനി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, മീൻ വിളിച്ചിട്ട് അവർ വേറെ പള്ളിയിൽ നിന്നും പോകുന്നില്ലേ 2 മാസത്തെ ക്രാഷ് കോഴ്സ് വിട്ട് മാമൂസായ വെക്കി പടുകൊടുത്തു. അങ്ങനെ ഒരുപാട് അല്പസ്വല്പമാരോട് എൻ്റെ പേരിൽ വരികയും ചെയ്തു. എന്നാലും വേണ്ടിയില്ല, ഞാൻ എവിടെ ചാൻസ് കിട്ടിയാലും അന്നും വേണ്ടിയില്ല കിട്ടുന്ന അവസരം കർത്താവിൻ്റെ സിനിമയിലേക്ക് ആൾ വരട്ടെ. പെൻ്റെക്കോസ്റ്റിൽ പോകുന്നതിനേക്കാൾ നല്ല കർത്താവിൻ്റെ സത്യസഭയിലേക്ക് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഞാൻ എവിടെ പ്രവർത്തിച്ചാലും ആ മിഷണറി ആസ്പെക്റ്റിൻ്റെ ഞാനത്തെ ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ധീരമായി കർത്താവ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, അത് ക്രൈസ്തവൻ്റെ ചുമതലയാണ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പം ഈ മിഷണറി ചൈതന്യം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അച്ഛാ വീണ്ടും ഒന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. അച്ഛൻ 2 PhD ബിരുദങ്ങളാണ് അച്ഛൻ സമ്പാദിച്ചത്. ഒന്ന് ദൈവശാസ്ത്രത്തിലുണ്ട് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തനാക്കുന്ന അല്ലെങ്കിൽ കട്ടക്കലച്ഛനെ വളരെ വ്യത്യസ്തനാക്കുന്നത് അച്ഛൻ സംസ്കൃത ഭാഷയിലും അതിൻ്റെ വേദാന്ത ഫിലോസഫിയിൽ അച്ഛൻ ഒരു PhD ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരള സർവകലാശാലയിൽ നിന്ന്. അപ്പം ഇത്തരത്തിലെ വേദാന്ത ഫിലോസഫി ഒരു പുരോഹിതന് വേദാന്ത പഠിക്കാൻ വേണ്ടി പോകുന്നു, അതിൽ PhD സമ്പാദിക്കുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തികച്ചും അസാധാരണമായ ഒരു കാര്യമാണ്. അത്തരത്തിലെ സംസ്കൃത പഠനത്തിലേക്ക് അച്ഛനെ ആരാണ് വഴിതെളിച്ച് വിട്ടത്? അല്ലെ അച്ഛൻ്റെ സ്വന്തം ഇഷ്ടമാണോ അതിലേക്ക് പോകാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്? നമ്മൾ നേരത്തെ പ്രൈവറ്റ് കോൺവെർസേഷൻ സൂചിപ്പിച്ച പോലെ അരിസ്റ്റോട്ടൽ പിന്നെ ഗ്രീക്ക് ചിന്തയെ മുഴുവൻ പാശ്ചാത്യ ക്രൈസ്തവീകരിച്ചു. അക്വിനാസ് പുണ്യാളൻ ഉൾപ്പെടെ പലരും അതിനകത്ത് കിട്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ എന്തുമാത്രം നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പണ്ഡിതന്മാരുണ്ട്. അവരുടെ ചിന്തയിലെ ചിന്താരത്നങ്ങൾ അങ്ങ് എടുത്തിട്ട് അതുകൊണ്ട് ആരംഭിച്ച് ക്രിസ്തുവിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഈ ഭാഷാ പഠനം, സംസ്കൃത പഠനവും പിന്നെ ഭാരതീയ ശാസ്ത്ര പഠനങ്ങളും ഉപനിഷത്തും ഒക്കെ സഹായിക്കുന്ന എനിക്കറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ലൈനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞപ്പോഴാണ് സംസ്കൃതം പഠിച്ചാലേ ഒരു അഭ്യസ്തവിദ്യനായ ഹിന്ദുവിൻ്റെ മുമ്പിൽ നമുക്ക് സ്ഥാനമുള്ളൂ. അത് മനസ്സിലായി. അപ്പം സംസ്കൃതം എനിക്ക് എളുപ്പം തോന്നി. അപ്പോൾ ചോദിക്കുന്നത് സംസ്കൃതത്തിലേക്ക് അങ്ങനെയാണ് വാസ്തവത്തിൽ എൻ്റെ അപ്പസ്തോലിക പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല ഉപാധി ആകുമല്ലോ എന്നുള്ള ആ വിചാരം കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസ്കൃത പഠനത്തെ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ സംസ്കൃതം പഠിച്ചു. പിന്നെ ഇന്ത്യൻ ഫിലോസഫി പഠിച്ചു. അതിൻ്റെ നന്നായിട്ട് അവതരിപ്പിച്ചു. അതിനകത്ത് പോരായ്മകളൊക്കെ നോട്ട് എഴുതി ക്രിസ്തുമതത്തിലേക്ക് അവരെ കൊണ്ടിരുത്തൊക്കെ മതി. ക്രിസ്തുമതത്തിലാണ് ഈ ഉപനിഷത്തുകളുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ പൂർണ്ണതയെന്ന് കാണിക്കത്തക്ക വിധത്തിലാണ് എൻ്റെ എഴുത്തുകൾ അധികവും. ഓൾ ദീസ് ഓൾഡ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഫിലോസഫീസ് ആൻഡ് ഉപനിഷത്സ് ആൻഡ് ദർശനാസ് ഫൈൻഡ് ദെയർ പ്രോപ്പർ ഫുൾഫിൽമെൻറ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന വിധത്തിലാണ്
ഞാൻ ഓറിയൻറ്റേറ്റ് ചെയ്ത് എഴുതാറുള്ളത്. അപ്പം മിഷൻ പ്രവർത്തനത്തിന് സഹായമാകുമെന്നുള്ള ആ ബോധ്യം കൂടെ അടച്ചുകൊണ്ടാണ് ഞാൻ സംസ്കൃതത്തിലേക്ക് കടന്നത്. സംസ്കൃതം പിന്നെ ആരംഭത്തിൽ തന്നെ എനിക്ക് ടേസ്റ്റ് തോന്നി പോയി. റോമിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അച്ഛൻ കേരളത്തിൽ വരുന്നു. വിവിധ സെമിനാരികളിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു തത്വശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കാമോ? അനുഭവങ്ങൾ ഒന്നാമത് ഞാൻ സംസ്കൃതം അറിയാവുന്നതുകൊണ്ട് മലയാളത്തിൽ ഭംഗിയായിട്ട് മാതൃഭൂമിയും മറ്റും മാതൃഭൂമിയിൽ അടപ്പൂരച്ച് ഞാൻ മാത്രമേ അവർ കത്തോലിക്കലടയ്ക്കുന്ന ആ ലേഖനങ്ങൾ സ്വീകരിക്കുമല്ലോ. അപ്പം എനിക്ക് സംസ്കൃതം അറിയാവുന്ന പ്രൊഫസറാണെന്ന് അറിയാവുന്നതുകൊണ്ട് എൻ്റെ എഡിറ്റർ NV കൃഷ്ണമാര്യർ എപ്പോഴും എന്നെ ഇൻവൈറ്റ് ചെയ്യും. ഫാദർ എനിക്ക് ഒരു ദർശനം, ക്രൈസ്തവ ദർശനം എന്ന് പറഞ്ഞൊരു 10 ലേഖനം ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ട് 10 ദർശനങ്ങൾ ഒരു ശൃംഖല തന്നെ ഒരു സീരീസ് വിളിയിടും. അപ്പം അങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആയപ്പോഴത്തേന് പിന്നെ എപ്പോഴും ഈ മറ്റു മതങ്ങളെ പറ്റിയുള്ള വളരെ ഹിന്ദുക്കൾക്ക് നമ്മളോട് വലിയ ആദരവാണെന്നും നമ്മളതാണ് എൻ്റെ PhD കേരള യൂണിവേഴ്സിറ്റിയിലെ PhD തീസിന് കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതുവരെ എനിക്ക് വൈവാവോസ് കൂടാതെ അവിടുത്തെ ഹിന്ദു പ്രൊഫസേഴ്സ് റെക്കമെൻഡേഷൻ ചെയ്തു. അവർക്ക് അവരെ അവഹേളിക്കാതെ അവരെല്ലാം നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയുകയും ചെയ്താൽ അവർക്ക് അത് ഒഫൻസിൽ എനിക്ക് മനസ്സിലായതോടുകൂടി അപ്പം അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ പാണ്ഡിത്യം വാസ്തവത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് എനിക്ക് മനസ്സിലായി. എറണാകുളത്തെ കർദിനാൾ അന്നത്തെ പാറക്കാട് പിതാവ് പറയുകയും ചെയ്തു, ഞാൻ PhD ചെയ്യാനായിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് പോകാനായിട്ട് അത്ഭുതം എന്ന് പറയാനായിട്ടും എൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ ചെന്ന് പറഞ്ഞു. അച്ഛന് നോളജൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി താമസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആ കാലത്ത് ക്രിസ്തുവിനെ അവർക്ക് നന്മകർത്ത് അവർക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു മാധ്യമം കൂടെ ആയിരിക്കും അച്ഛൻ പ്രവർത്തിക്കണം. അച്ഛൻ്റെ വാക്കും പ്രവർത്തിക്കുക. കാര്യവട്ടത്ത് പഠിക്കുമ്പം തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലാണ് അച്ഛൻ ജീവിക്കുന്നത്. കാരണം പള്ളിയായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ സെമിനാരി പോലെയുള്ള ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടല്ല, വളരെ സ്വതന്ത്രമായൊരു സാഹചര്യത്തിൽ. അന്ന് ആ പുരോഹിതനായിരുന്നത് തന്നെ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഇടയിൽ ജീവിച്ച ആ കാലയളവുകൾ എങ്ങനെയാണ്, അവർക്ക് ഏത് വിധത്തിലാണ് ക്രിസ്തുവിന് അവർക്ക് എന്നോട് യാതൊരു അകൽച്ചയോ ഒരു വ്യത്യസ്തത തോന്നിയിരുന്നില്ല. ഞാനിപ്പോഴേ ലോകിട്ടേ പോകുള്ളൂ. ലോകിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ലോകിട്ട് അച്ഛനും കത്തനാരത്തൊക്കെ ചിലർ പറയുമെങ്കിലും ഞാനെപ്പോഴും പോകുന്നു. അതെപ്പോഴും ആർക്കും ഒരു അവഹേളനമോ ഒരു അപകർഷതയോ ഉണ്ടാക്കിയിരുന്നില്ല. ഞാൻ അമേരിക്കയിൽ പോകുമ്പോഴാണേലും ഇപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകുകയാണേലും ഈ ലോകിട്ടേ പോകുള്ളൂ. പോയിട്ട് കഴിയുമ്പോഴത്തേന് അവിടുത്തെ വലിയ പൈലറ്റ്സ് 400-500 യാത്രക്കാരെ കൊണ്ട് പോകുന്ന വലിയ ജെറ്റ് പ്ലെയിൻസിന് പൈലറ്റ്സ് പോലും വന്ന് പറയും, ഫാദർ, we are happy to have a Catholic priest in our plane. Pray that everything is pray. അപ്പോൾ ചുരുക്കത്തിൽ ഈ ലോകിക്കതിൻ്റെ ബഹുമാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പോകും. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ വേഷം കൊണ്ടും പേര് കൊണ്ടും ഒക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, പറ്റുന്നത് ചെയ്യുക എന്നുള്ള ഒരു മനോഭാവം സ്വീകരിച്ചുകൊണ്ട് എവിടെ ചെന്നാലും അവൻ്റെ ആദരവുണ്ട്. അനാദരവ് കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. തികച്ചും സെക്യുലർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം എന്നുള്ള ഒരു തോന്നല് എല്ലാ കാലഘട്ടത്തിലും അച്ഛന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. യുവാവായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സാച്ചർദോസ് ആൾത്തർ ക്രിസ്തുസ് എന്ന് വള്ളപ്പള്ളി പിതാവ് എന്നും പറയാം. കാത്തലിക് പ്രൈസ് ഈസ് ഓൾസോ അനദർ ക്രൈസ്റ്റ്. പാറക്കാട്ടി പിതാവ് പറയായിരുന്നു, അസതോമാ സത്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കാര്യം ചെയ്യും. സംസ്കൃതത്തിൽ അയാം ദ ലൈറ്റ് എന്ന് സംസ്കൃതത്തിൽ എഴുതി ചേർക്ക്. അപ്പം ഞാൻ പറഞ്ഞ അഹമസ്മി ജ്യോതിസ്, പിന്നെ തമസോമാ ജ്യോതിർഗമ എന്ന് പറയുമ്പോൾ അഹമസ്തി ജ്യോതിസ്, അസതോമാ സത്ഗമയ അയാം ദ സത്യം, അഹം സത്യമസ്മി, പിന്നെ മൃത്യോർമ്മ അമൃതം ഗമയ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് അഡാപ്റ്റേഷനൊക്കെ ചെയ്യാനൊക്കെ ഞാനിപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ ബ്രദർ സൂചിപ്പിച്ച പോലെ കർത്താവിനെ പ്രഘോഷിക്കുക, ആക്വിനാസ് മുന്നാളുടെ ചുമ്മാ തിയോളജിക്ക തുടങ്ങുമ്പോഴും അങ്ങനെ പറയുന്നത് സെയിൻറ്റ് ഹില്ലയുടെ വാക്കുകൾ കൊണ്ടുണ്ട്. കർത്താവിനെ പ്രഘോഷിക്കുക ഒരു വൈദികൻ്റെ ചുമതലയാണ്. കർത്താവെ ആ ധർമ്മം ശരിയായിട്ട് നിർവഹിക്കാൻ എനിക്ക് ശക്തി തരണേ എന്നുകൊണ്ടാണ് ചുമ്മാ തിയോളജിക്ക വൈദികം തുടങ്ങുന്നത്. അപ്പം ആ ഒരു മനോഭാവത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു വൈദികൻ ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല. അതിനെ നമ്മൾ കഴിയുപോലെ ശ്രമിക്കുക, അങ്ങനെ മിഷനിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ അച്ഛനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അച്ഛൻ്റെ എഴുത്താണ്.
കാരണം എഴുത്തിനെ ഒരു ശുശ്രൂഷയായിട്ട് അച്ഛൻ ഈ കാലയളവിൽ ഇത്രയും കാലയളവ് കൊണ്ടുവരുന്നത്. അതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 108 പുസ്തകങ്ങൾ അച്ഛൻ ഇതിനകം എഴുതി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ മറ്റു ഭാഷകളിലുമൊക്കെ അച്ഛൻ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതി. എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വരുന്നത്? അല്ലെങ്കിൽ എഴുത്ത് ക്രിസ്തു ദർശനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയൊരു വഴിയാണെന്ന് തിരിച്ചറിയുന്നത് ഏത് കാലഘട്ടം? അത് ഞാൻ വാസിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് വെള്ളക്കാരായിട്ടുള്ള അച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് ഈ വേദാന്തത്തിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് യോഹന്നസ് എന്നൊക്കെ പറയുന്ന വെള്ളക്കാരവിടെ സ്പെയിന് ബെൽജിയത്തിന് മറ്റും വന്ന അച്ഛന്മാർ വലിയ വേദാന്തത്തിൻ്റെ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയത്. ജോർജ് തിബോ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരന് ഈ ശങ്കര വേദാന്തം മുഴുവൻ തറഞ്ഞു പോയത്. അതാണ് ഇന്നും കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ആണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നാൻ പാടില്ലെന്ന് ഒന്ന്. രണ്ടാമത് ഐദർ പബ്ലിഷ് ഓർ പെരിഷ്, ഒന്നെങ്കിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ നശിക്കുക എന്നാരാ ബെർണാഡ് ഷാ പറയായിരുന്നു. അതുപോലെ ഞാനോർത്ത് പുസ്തകങ്ങൾ ആശയങ്ങളുണ്ടെങ്കിലേ അത് അവതരിപ്പിക്കാനുള്ള ഒരു ഫീൽഡാണല്ലോ പുസ്തകം. എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ എഴുതിയ പുസ്തകം 10 കൊല്ലം വരെയും കഴിയുമ്പോൾ ചിലരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു കേട്ടോ, അതിന് പ്രചോദനമായിരുന്നു. അപ്പോൾ എഴുത്ത് നമുക്ക് ആളുകളെ കണ്ടുപിടി എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഇടയിലൊക്കെ നമ്മുടെ കാര്യം നമ്മൾ എത്തിച്ചു കൊടുക്കാൻ, നമ്മുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗമാണെന്ന് എനിക്ക് ബോധ്യമായി. കാർഡിനൽ ബെല്ലർമിൻ പറയായിരുന്നു, ഹൂ ഈസ് ആൻ ഓറട്ടർ? ആൻ ഓറട്ടർ ഈസ് വൺ ഹൂ ഹാസ് സംതിങ് ടു സേ ആൻഡ് ഹൂ നോസ് നൗ ഹൗ ടു സേ ഇറ്റ്. പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, അത് നന്നായിട്ട് പറയാൻ പഠിച്ചിരിക്കുക, അതാണ് ഓറട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ 2 ഡോക്ടറേറ്റൊക്കെ ഉണ്ട്, എനിക്ക് ധാരാളം കാര്യം പറയാനുണ്ട് കർത്താവിനെ പറ്റി അല്ലാതെ. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും എഴുത്തിലേക്ക് തിരിച്ചത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. is one of the best ways of communicating the Christian messages, Christian doctrine and Christ himself to non-Christians or other people through our writing. അങ്ങനെ പെൻ. അച്ഛാ, അതുപോലെ വളരെ അച്ഛനോടുള്ള സംസാരത്തിന് ഇടയിൽ തോന്നുന്ന ഒരു കാര്യമാണ് വളരെ നർമ്മം കലർത്തിയ രീതിയിൽ സംസാരിക്കാനുള്ള അച്ഛൻ്റെ ഒരു കഴിവ്. അപ്പം ഏറ്റവും രസകരമായൊരു കാര്യം, അച്ഛൻ നർമ്മം കലർന്നുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഫലിത ബിന്ദുക്കളൊക്കെ ചേർത്തുള്ള പുസ്തകങ്ങൾ തന്നെ അച്ഛൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നർമ്മബോധം അച്ഛനിലുണ്ടാവുന്നത്? അല്ലെങ്കിൽ നർമ്മത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാൻ അതൊരു വഴി തെളിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്? അതെനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായി. അതായത് ഞാൻ അമേരിക്കയിലും മറ്റൊക്കെ എല്ലാ 400 ആളുകളുള്ള നമ്മുടെ വലിയ പാരിഷുകളൊക്കെയാണ്. അവിടെ ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ അവിടെ അവരെല്ലാം വിചാരിച്ചുകൊണ്ട് പറയാം, ചായ കട്ടക്കിലോട്ട് പറയാം, അടുത്ത ഞായറാഴ്ചയും കട്ടക്കിലോട്ട് പറയാൻ പറയാം. ഓരോ ഞായറാഴ്ചയും ഒരു തമാശകളും ഞാൻ പറയും നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. പണ്ട് ഒരുത്തൻ ജന്മദിനാഘോഷം, 85 വയസ്സുകാരനൊരു ജന്മദിനം ആഘോഷിക്കുകയാണ്. അപ്പം അയാൾ അവിടെ ഒത്തിരി ആളുകൾ കൊണ്ട് മക്കളെല്ലാം കൂടിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ മെഡിക്കൽ ഡോക്ടറുണ്ട്. മെഡിക്കൽ ഡോക്ടറോട് ചോദിക്കുകയാണ് ഈ കിളവൻ 85 വയസ്സുകാരൻ, ഡോക്ടറെ, ഞാൻ ഇപ്പോൾ 85 വയസ്സ് ആഘോഷിക്കുകയാണ്, 85ാം ജന്മദിനം, 100ാമത്തെ ജന്മദിനം വരെ വരെ ജീവിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതൊരു പുകവലിക്കോ? നോ, ഐ നെവർ സ്മോക്ക്, നോ സിഗരറ്റ് ടച്ചസ് മൈ ലിപ്സ്. എന്നാൽ ലഹരി കുടിക്കാറുണ്ടോ? മദ്യമൊക്കെ? ഓ, നോ ആൽക്കഹോൾ, ഐ ഹാവ് നോ ടേസ്റ്റ് ഫോർ ഇറ്റ്. പിന്നെ ഫൂളിങ് അറൗണ്ട് ദ വിമൻ, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ട്? ഈ വയസ്സുകാലത്ത് അതുമില്ല. അപ്പം അയാൾ ചോദിക്കുക, ഡോക്ടർ, എന്നാൽ പിന്നെ എന്നാ കാണിക്കാനാ 100 വയസ്സ് വരെ ജീവിക്കുന്നത്, ചാകാൻ പാടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരാണ്, എങ്ങനെയാലും ജീവിച്ചു പോകണം. എന്നാൽ ഒരു കത്തോലിക്കന്, ഒരു വൈദികന് അതല്ല. ജീവിക്കുന്ന ഓരോ വയസ്സും ദാവീദ് ദീർഘദർശനം പറഞ്ഞ അത് കയ്യാമ്പന, ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിനെ പുകഴ്ത്തുക. അതുപോലെ തെറ്റുകളൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ കാണും. അതിന് പകരം എന്താണ്? കർത്താവിനെ പ്രഘോഷിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. യാക്കോസ്ലിയ പറഞ്ഞു, ചാരിറ്റി വൈപ്സ് അവേ, ചാരിറ്റി വൈപ്സ് അവേ ഓൾ സിൻ. കുറേ എല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും പരോപകാര പ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുമ്പോൾ കർത്താവെല്ലാം മായ്ച്ചു കളയും. അപ്പോൾ അതുപോലെ നർമ്മം പോലും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നർമ്മബോധം ആളുകൾക്ക് വളരെ, നമ്മൾ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ പോലും അതെല്ലാം മറന്നു പോയാലും ഒരു ജോക്ക് തമാശ പറഞ്ഞാൽ ആളുകൾ ഓർത്തിരിക്കും. അപ്പം ഞാൻ കണ്ടുപിടിച്ചു, ഇതാണ് നല്ല പണി. നമുക്ക് നമ്മുടെ സുവിശേഷ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നർമ്മം കൂടെ കണ്ടുപിടിക്കുകയാണ്. നർമ്മബോധം കുറച്ച് സ്വാഭാവികമാണ്. എന്നാലും നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആർക്ക് വേണേലും തമാശകൾ കൂട്ടിച്ചേർക്കും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പറയാറുണ്ട്, അല്പം ഹെഡിങ് ഒക്കെ എഴുതി തമാശകളെല്ലാം പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് അത് അവസരമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ
തമാശകൾ സുവിശേഷ പ്രഘോഷണത്തിന് സഹായകമാണെന്ന് അനുഭവം കൊണ്ട് തന്നെ ബോധ്യമായി. പിന്നെ മാത്രമല്ല, മദർ തെരേസയുടെ കൽക്കട്ടയിലെ നിർമ്മല ഹൃദയത്തിൻ്റെ വാതിക്കൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഹ്യൂമറസ് പീപ്പിൾ വിൽ ഗോ ടു ഹെവൻ മോർ ഈസിലി. തമാശയും ഫലിതവും പറയുന്നവരെ കൂടുതൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ ചെത്തും. പിന്നെ രണ്ടാമത്, പിന്നെ ഞാൻ ആ ഡോക്ടർമാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളെങ്ങനെ ഈ തമാശ പറഞ്ഞാൽ മറ്റുള്ളതെല്ലാം മറന്നാലും ഇത് ഓർത്തിരിക്കും, തമാശ പറയുന്നവരെ പറ്റി നിങ്ങളെന്ത് പറയുന്നു? അപ്പോൾ അവർ പറയും, ഡോക്ടർമാരിൽ നിന്ന് കിട്ടി നല്ല കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായ വിശദീകരണം. തമാശ പറയുകയോ ആസ്വദിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമീൻ, DOPAMIN, ഡോപ്പാമീൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഫോം ചെയ്യും. ഈ രാസവസ്തു ബ്രെയിനിലും ഉണ്ടായെങ്കിൽ, അത് ചിലപ്പോൾ അവർ കുത്തിവെക്കാറുണ്ടല്ലോ അതിനോട്. ഈ ഡോപ്പാമീൻ നമ്മുടെ ബ്രെയിനിൽ വന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. NEURON ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് മുഴുവൻ ഈ ഡോപ്പാമിനെ ആക്ടിവേറ്റ് ചെയ്യും, എനർജൈസ് ചെയ്യും. ഇങ്ങനെ ഡോപ്പാമിനെല്ലാം ഇങ്ങനെ മില്യൺസ് ഓഫ് ഇങ്ങനെ ആക്ടിവേറ്റഡ് എനർജൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ഒരിക്കലും ഡള്ളാകില്ല. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ വശം. പിന്നെ അല്ലാതെ അനുഭവം കൊണ്ട് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ സുവിശേഷത്തിനുള്ള മാധ്യമമായിട്ട് തന്നെയാണ് പലപ്പോഴും ഈ നർമ്മത്തെ കാണുന്നത്. അതെ, അച്ഛനിപ്പോൾ 88 വയസ്സായി, എങ്കിലും യാതൊരു ക്ഷീണവും ഇല്ലാതെ വളരെ ചുറുചുറുക്കോട് കൂടി എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നു. അപ്പോൾ ഈ ആരോഗ്യത്തിന് പിന്നിലും ഈ ഒരു ചിട്ടയായ ജീവിതക്രമവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നർമ്മത്തിന്റെ പ്രാധാന്യമൊക്കെയാണോ? അതെ, അത് കാണിക്കുമ്പം പിന്നെ എനിക്ക് തോന്നുന്നത് ആരോഗ്യം ദൈവത്തിന് പ്രത്യേക അനുഗ്രഹമാണ്. അപ്പം ഐ ഹാവ് ഓൾവേസ് ദ ഫീലിംഗ് ഗോഡ് ഹാസ് എ സ്പെഷ്യൽ providence for me, so that to live long and proclaim the gospel. അത് പിന്നെ ഞാൻ ആരോഗ്യത്തിന് ഡോക്ടർമാർ പറയും, നടക്കുകയാണെങ്കിൽ കിടക്കേണ്ടി വരികയില്ല. നടപ്പ് ഒരു 3/4 മണിക്കൂറെങ്കിലും ഓരോ ദിവസവും നടക്കുകയാണ്. കുറഞ്ഞ പക്ഷേ 5 ദിവസം ഒരാഴ്ചയിൽ നടക്കുകയാണെങ്കിൽ പിന്നെ യു ക്യാൻ അവോയ്ഡ് മെഡിക്കേഷൻ. പിന്നെ കൺട്രോൾ യുവർ ഡയറ്റ്. ഒരുപാട് സ്വീറ്റും ഒരുപാട് ഫാറ്റും കഴിക്കാതിരിക്കുക. അച്ഛാ, ഇത്രയും നേരം അച്ഛൻ്റെ പൗരോഹിത്യ ജീവിത വഴിത്താരകളിലൂടെ നമ്മൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയായിരുന്നു. ദൈവവിളി ഉണ്ടാവാനായ സാഹചര്യങ്ങൾ, ആത്മീയ ജീവിതം രൂപീകരിക്കപ്പെട്ടത്. അവസാനമായി ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചുകൊണ്ട് ചോദിക്കാം. അച്ഛൻ ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് അച്ഛന് തോന്നുന്നത്? അത് വളരെ സന്തോഷകരമാണോ, സംതൃപ്തമാണോ? എങ്ങനെയാണ് അച്ഛൻ അതിനെ വിലയിരുത്തുന്നതെന്ന് കൂടി ഒന്ന് പറയാം. അപ്പം അത് വാസ്തവത്തിൽ എനിക്കിപ്പോഴും ഒരു സംതൃപ്തിയും ഒരു കൃതജ്ഞതയാണ്. കർത്താവ് എന്നെ ഈ മലമുകളിൽ ആരംഭിച്ചിട്ട് ലോകത്തിന് മുഴുവൻ ഞാൻ ഓസ്ട്രേലിയ അല്ലാത്ത എല്ലാ കോണ്ടിനെൻറ്റിലും സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് കർത്താവ് ചെയ്യിച്ചതിന് കർത്താവ് എങ്ങനെയൊക്കെ നന്ദി. എന്നാൽ എല്ലാം വീഴ്ചകളും പോരായ്മകളും വന്നിട്ട് കാണും. അതിന് മാപ്പ് തരണേ, ഇനിയും കൂടുതലായിട്ട് നന്മകൾ ചെയ്യാനായിട്ടുള്ള ശക്തി തരണം. പിന്നെ ഞാൻ നേരം വിളിക്കുമ്പോൾ വെറുതെ മുഖം കൈകൊണ്ടിരിക്കുമ്പോഴാണേലും ഫുൾട്ടൻ ഷീൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന എന്നറിയാവോ? ലവ്ലി ലേഡി ഡ്രസ്ഡ് ഇൻ ബ്ലൂ, teach me how to pray. God was just a little boy. And you know the Fulton-ൻ്റെ ടെലിവിഷൻ ടോക്കിലെല്ലാം ഉണ്ട്. രണ്ടാമത്തെ, ലവ്ലി ലേഡി ഡ്രസ്ഡ് ഇൻ ബ്ലൂ, ടീച്ച് മീ ഹൗ ടു പ്രീച്ച്. പ്രീച്ച് വൈദ്യൻ്റെ ഇഷ്ടമാണല്ലോ. പ്രതികാന്തസ് പ്രകാന്തസ് ക്രിസ്ത്യനോസ് പറയുന്നതാ, പ്രീച്ചിങ് ആൻഡ് പ്രേയിങ് ഫോർ ദ പീപ്പിൾ. അപ്പം ലവ്ലി ലേഡി ഡ്രസ്ഡ് ഇൻ ബ്ലൂ, ടീച്ച് മീ ഹൗ ടു ടീച്ച്. വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഓൾ ത്രൂ ഫോർ ജീസസ്, ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഓഫർ ടു ജീസസ്, ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ബ്ലെസ്സഡ് മദർ മേരി. പരിശുദ്ധ അമ്മയിലൂടെ ഇത്രയും കാലം എല്ലാം സമർപ്പിച്ചതുകൊണ്ടാണ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്തവ്യങ്ങളെല്ലാം ചെയ്യുക. മാതാവിന് സമർപ്പിക്കുമ്പോൾ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും മാതാവിൻ്റെ കരങ്ങളിൽ കൂടെ സമർപ്പിക്കുമ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായി തീരുമെന്നാണ് സെയിൻറ്റ് ജൂഡ് പറയുന്നത്. അങ്ങനെ എല്ലാം കർത്താവിന് വേണ്ടി ജീവിക്കുക, പ്രവർത്തിക്കുക. അപ്പം കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ബഹുമാനപ്പെട്ട അച്ഛ, ഇത്രയും നേരം ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പറ്റിയും ദൈവവിളി രൂപപ്പെടാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും ഒക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടെ അച്ഛന് നന്ദി പറയുകയാണ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. നന്ദി അച്ഛൻ.